ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ പഠിച്ച മോഡ് ഓഫ് ഡെലിവറി ഓഫ് ഇ കോമേഴ്സിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ നമുക്കിതിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മോഡ് ഓഫ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതും ഇന്നലെ പറഞ്ഞ 4 പോയിന്റ്സും 4 മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പും ഇതും കൂടെ ഉൾപ്പെടുത്തി പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ ഇതിൻ്റെ പോയിന്റ്സ് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിങ്ങനെ ഓരോന്നും ഇത്രയധികം എഴുതി പോകേണ്ട ആവശ്യമില്ല, നമ്മളന്ന് സംസാരിച്ചതാണല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. ആദ്യത്തെ വ്യക്തിനെ നമ്മൾ പറയുന്നു പാഴ്സൽ ബ്രോക്കേഴ്സ്. പാഴ്സൽ ബ്രോക്കേഴ്സ് ഡു നോട്ട് ആക്ച്വലി ട്രാൻസ്പോർട്ട് എനി പാഴ്സൽ. അവർ ഒരു തരത്തിലുള്ള പാഴ്സലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. ദേ സിംപ്ലി ആക്ട് ആസ് എ ബ്രോക്കർ. ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രോക്കർ ആയിട്ടാണ് പാഴ്സൽ ബ്രോക്കേഴ്സ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി അവർക്കൊരു കമ്മീഷൻ ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാഴ്സല് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും അത് ലഭിക്കുന്ന ആൾക്കാരുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റേഴ്സിനെയാണ് പാഴ്സൽ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ദേ ഓഫർ ഈ റീറ്റെയിലേഴ്സ് ചീപ്പ് ഡെലിവറി പ്രൈസ് ബൈ ബൈയിങ് ഡെലിവറി ഫെസിലിറ്റീസ് ഇൻ ബൾക്ക് ആൻഡ് റീസെല്ലിംഗ് ദം. Okay, parcel brokers are primarily present in more mature e-commerce market with a large supply of delivery operators and make smaller centers. Next, parcel and courier consolidators ആണ്. ഇവരും ഇവരുടെ പോലെ തന്നെ ഒരു ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ തന്നെയാണ് നടത്തുന്നത്. പാഴ്സൽ ആൻഡ് കൊറിയർ കൺസോളിഡേറ്റേഴ്സ് പ്രൊവൈഡ് പ്രിപ്പറേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് പാഴ്സൽസ് ആൻഡ് പാക്കറ്റ് വിച്ച് thereafter ആർ പുട്ട് ഇൻ ടു ഡെലിവറി ഓപ്പറേറ്റേഴ്സ് പാഴ്സൽ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ. അതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബൈ കളക്ടിങ് സ്മോൾ പാക്കറ്റ് ഫ്രം മെനി സ്മോൾ സെൻറ്റേഴ്സ് ദ കൺസോളിഡേറ്റർ can obtain large discount from delivery operators and then sender would have been able to obtain individually. The discounts obtained are partially passed to the senders. Just a parcel broker consolidators are primarily present in more mature e-commerce market with a large supply of delivery operators and many small senders. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക് പ്രൊവൈഡർ. അതിനെ 4PLS എന്ന് 4PLS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഇവിടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു രീതിയിലുള്ള ലോജിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ എല്ലാതിൻ്റെയും എയിം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇംപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഔട്ട്സൈഡ് പാർട്ടീസ് ടു പെർഫോം ആക്ടിവിറ്റീസ് ട്രഡീഷണലി ഹാൻഡിൽഡ് ബൈ ഇന്റേണൽ സ്റ്റാഫ് ആൻഡ് റിസോഴ്സ്. പണ്ട് നമ്മൾ ഇന്റേണൽ സ്റ്റാഫ് ചെയ്തിരുന്നതിന് വ്യത്യസ്തമായിട്ട് corporate are now looking to outsource a single partner who will assess, design, build, run and measure integrated comprehensive supply chain solutions on their behalf. This evolution in supply chain outsourcing is fourth party logistic or 4PL. A 4PL company does not stop at outsourcing logistic service but also outside the management of said services. ഇനി അടുത്തതിൽ വരുന്ന ഒരാൾക്കാരാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡർ. അപ്പോൾ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ക്വാളിറ്റി ബേസ്ഡ് അത് ഇംപ്രൂവ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ ഡെലിവറി നടത്തുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. Software service solution providers provide e-retailers and delivery operators with a software solution to support e-logistic and e-fulfillment to improve the efficiency and quality of services, thereby meeting customers' needs. ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്? EDI, ട്രാക്കിംഗ്, ലാബിലിംഗ്, ഇൻ്റഗ്രേഷൻ ഓഫ് സെവറൽ ഡെലിവറി ഓപ്പറേറ്റേഴ്സ്, പേഴ്സണലൈസേഷൻ ഓഫ് ഡെലിവറീസ്, പുഷ് നോട്ടിഫിക്കേഷൻ ടു റെസിപ്പിയന്റ് എക്സെട്ര. ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ടേമാണ് ഡ്രോപ്പ് ഷിപ്പേഴ്സ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് എ റീറ്റെയിൽ ഫുൾഫിൽമെൻറ്റ് മെത്തേഡ് വേർ ഇ സ്റ്റോർ ആൻഡ് നീഡ് നോട്ട് കീപ് ദ പ്രൊഡക്റ്റ് sell in stock. Instead, the store sells product, it purchases the item from a third party and has it shipped directly to the customers. As a result, the merchant never sees or handles the product. The biggest difference between dropshipping and the standard retail mode is that the selling merchant does not
സെല്ലിംഗ് മെർച്ചന്റ് ഡസൻ സ്റ്റോക്ക് ആൻഡ് ഓൺ ഇൻവെന്ററി, സ്റ്റോക്ക് അവിടെ സൂക്ഷിക്കുന്നില്ല. ഇൻസ്റ്റഡ് ദ മെർച്ചന്റ് പർച്ചേസ് ഇൻവെന്ററി ആസ് നീഡ് ഫ്രം തേർഡ് പാർട്ടി, യൂഷ്വലി എ ഹോൾസെയിലർ or manufacturer to fill orders. Okay, thank you, see you in next class.